വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ തിരയിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് പലയിടത്തും പല വരികളിലും തള്ളിയതാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഷോകൾ ഇന്നലത്തേക്കാൾ ഷോസ് ഇന്ന് കൂടി. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും മഴയുണ്ടായിട്ട് കൂടി ഒരുപാട് പ്രേക്ഷകർ സിനിമയെ സ്നേഹിച്ചും അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ബുക്കേഷൂരാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരുപാട് നിറഞ്ഞ സദസ്സുകൾ സിനിമ കൊടുക്കുമ്പോൾ കിട്ടുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കി ഞങ്ങളുടെ നായകനായ ധ്യാൻ തന്നെ പറയും. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പൊ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോ സന്തോഷം, ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്നു പോകാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളുടെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവര് നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നിയോഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ്, നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പൊ എന്നെ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പൊ ചേച്ചി ഉത്തരം പറയേണ്ടി വരും. അപ്പോ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ അബോവ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് അബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം വരുന്ന വലിയ കാര്യമാണ്. അപ്പം ഇപ്പൊ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് വന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാർ സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്താ ചേച്ചി പോകും. ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല